السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آله وصحبه أجمعين. أما بعد. പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും ഖുർആൻ വസന്തം എന്ന ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ആദ്യമായി ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായമായ സൂറത്തുൻ നിസായിലെ 81 വരെയുള്ള ആയത്തുകളാണ് നാം ഇന്നലെ വരെ മനസ്സിലാക്കുകയും ഇതിൻ്റെ തഫ്സീറുകളെല്ലാം മനസ്സിലാക്കുകയും ചെയ്തത്. എന്തായിരുന്നു 81-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറഞ്ഞു തന്നത്? ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്ന് അവർ പറയും, എന്നാൽ നിന്റെ അടുക്കൽ നിന്ന് അവർ പുറത്തു പോയി കഴിഞ്ഞാൽ അവരിൽ ഒരു വിഭാഗം നീ പറയുന്നതിന് വിപരീതമായി രാത്രി കാലങ്ങളിൽ ഗൂഢാലോചന നടത്തുന്നു. അവർ രാത്രിയിൽ ഗൂഢാലോചന നടത്തുന്നതെല്ലാം അല്ലാഹു രേഖപ്പെടുത്തുന്നുണ്ട്. അതിനാൽ നീ അവരെ അവഗണിക്കുക, അള്ളാഹുവിൽ ബരമേൽപ്പിക്കുക. കൈകാര്യകർത്താവായി അള്ളാഹു മാത്രം മതി എന്നാണ് അള്ളാഹു തആല വ്യക്തമാക്കി തന്നത്. ഇതിന്റെ ചരിത്ര പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മദീനയിലുണ്ടായിരുന്ന കപട വിശ്വാസികളുടെ നിലപാടുകളെയാണ് ഈ ആയത്ത് തുറന്നു കാണിക്കുന്നത്. നബിയുടെ മുന്നിൽ വരുമ്പോൾ അവർ പൂർണ്ണ അനുസരണം നടിക്കുമായിരുന്നു, എന്നാൽ പുറത്തിറങ്ങിയാൽ അവർ ഇസ്ലാമിനെതിരെയും പ്രവാചകന്റെ കൽപ്പനക്കെതിരെയും രാത്രികാലങ്ങളിൽ രഹസ്യ യോഗങ്ങൾ ചേരുകയും ഗൂഢാലോചന നടത്തുകയും ചെയ്യുമായിരുന്നു. അതായത് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കിയത് മുനാഫിക്കുകളുടെ ഇരട്ടത്താപ്പാണ്. ഇവിടെ വിഷയം പ്രവാചകനോടുള്ള ഭയം കൊണ്ടോ ഭൗതിക നേട്ടങ്ങൾക്കോ വേണ്ടിയാണ് അവർ പുറമേ അനുസരണം കാണിച്ചിരുന്നത്. അവർ രാത്രിയുടെ ഇരുട്ടിൽ ചെയ്യുന്ന രഹസ്യങ്ങൾ പോലും അള്ളാഹു കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ടെന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കുന്നു. ഇവരുടെ കുതന്ത്രങ്ങളിൽ പരിഭ്രാന്തനാകേണ്ടതില്ലെന്നും അവരെ അവഗണിച്ചുകൊണ്ട് അള്ളാഹുവിൽ പൂർണ്ണമായി ബരമേൽപ്പിക്കാനും തവക്കുൽ ചെയ്യാനും അള്ളാഹു പ്രവാചകനോട് കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇൻഷാ അള്ളാഹ് 82-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നമുക്ക് ആദ്യം 82-ാമത്തെ ആയത്തൊന്ന് കേട്ടു നോക്കാം. أفلا يتدبرون القرآن ولو كان من عند غير الله لوجدوا فيه اختلافا كثيرا. എന്താണ് അല്ലാഹു തആല 82-ാമത്തെ ആയത്തിലൂടെ പറയുന്നത്? അവർ ഖുർആനെ പറ്റി ചിന്തിക്കുന്നില്ലേ? ഇതേ ആയത്ത് അല്ലാഹു തആല സൂറത്തുൽ മുഹമ്മദിലെ 24-ാമത്തെ ആയത്തിലും അല്ലാഹു പറയുന്നുണ്ട്. അതായത് നിങ്ങൾ എന്താ ഖുർആനെ കുറിച്ച് ചിന്തിക്കാത്തത്? അത് അല്ലാഹു അല്ലാത്തവരുടെ പക്കൽ നിന്നുള്ളതായിരുന്നു എങ്കിൽ അവരതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തുമായിരുന്നു എന്നാണ് അല്ലാഹു തആല വ്യക്തമാക്കുന്നത്. അതായത് മനുഷ്യന്റെ ചിന്തക്കുള്ള ആഹ്വാനമാണ് ഖുർആൻ. വെറുതെ ഓതിപ്പോകാനുള്ളതല്ല. അതിലെ ആശയങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാനും ഗവേഷണം നടത്താനും അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. ദിവ്യത്വത്തിന്റെ തെളിവ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23 വർഷങ്ങൾ കൊണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു ഗ്രന്ഥമായിട്ട് കൂടി ഖുർആനിലെ ഒരു വചനവും മറ്റൊരു വചനവുമായി പരസ്പരം വൈരുദ്ധ്യം കാണിക്കുന്നില്ല. മനുഷ്യനിർമ്മിതമായ ഏതൊരു പ്രത്യയ ശാസ്ത്രത്തിലും കാലത്തിനനുസരിച്ച് മാറ്റങ്ങളും വൈരുദ്ധ്യങ്ങളും വരും. എന്നാൽ വിശുദ്ധ ഖുർആൻ എന്നും ഒരേ യാഥാർത്ഥ്യത്തിൽ നിലനിൽക്കൊള്ളുന്നു. ഇത് ഖുർആൻ അള്ളാഹുവിന്റെ വചനമാണ് എന്നുള്ളതിലെ ഏറ്റവും വലിയ തെളിവാണ് എന്ന് അള്ളാഹു തആല ഇവിടെ അരക്കിട്ടുറപ്പിക്കുകയാണ്. അടുത്തതായി നമുക്ക് 83-ാമത്തെ ആയത്തിലേക്കാണ് പ്രവേശിക്കാനുള്ളത്. എന്താണ് അള്ളാഹു തആല 83-ാമത്തെ ആയത്തിലൂടെ നമ്മോട് പറയുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. وإذا جاءهم أمر من الأمن أو الخوف أذاعوا به ولو ردوه إلى الرسول وإلى أولي الأمر منهم لعلمه الذين يستنبطونه منهم ولولا فضل الله عليكم ورحمته لاتبعتم الشيطان إلا قليلا. അപ്പോൾ അല്ലാഹു തആല പറയുന്നു 83-ാമത്തെ ആയത്തിലൂടെ സമാധാനവുമായോ ഭയവുമായോ ബന്ധപ്പെട്ട വല്ല വാർത്തയും അവർക്ക് വന്നു കിട്ടിയാൽ അവരത് പ്രചരിപ്പിക്കുകയായി. അവരത് റസൂലിന്റെയോ അവരിലെ കാര്യവിവരമുള്ളവരുടെയോ അതായത് അധികാരികളുടെയോ തീരുമാനത്തിന് വിട്ടിരുന്നുവെങ്കിൽ അവരുടെ കൂട്ടത്തിൽ നിന്ന് നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ളവർ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊള്ളുമായിരുന്നു. നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ വളരെ കുറച്ചു പേർ
പേരൊഴികെ പിശാചിനെ പിൻപറ്റുമായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതായത് ഇതിന്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. യുദ്ധകാലങ്ങളിലും മറ്റു നിർണായക ഘട്ടങ്ങളിലും മുസ്ലിം സമുദായത്തെ തകർക്കാൻ കപട വിശ്വാസികൾ വ്യാജവാർത്തകളും കിംവന്തികളും പരത്തുമായിരുന്നു. മുസ്ലിങ്ങൾക്ക് അനുകൂലമായ വാർത്തകൾ വന്നാൽ അത് യുദ്ധതന്ത്രങ്ങളെ ബാധിക്കുന്ന രീതിയിലും പ്രതികൂലമായ വാർത്തകൾ വന്നാൽ ജനങ്ങളിൽ ഭീതി പടർത്തുന്ന രീതിയിലും അവർ പ്രചരിപ്പിച്ചു. ഇത്തരം അച്ചടക്കമില്ലായ്മയെ തിരുത്താനാണ് ഈ ആയത്ത് അവതരിപ്പിച്ചത്. കൂടുതൽ വിശദീകരണത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, ഇസ്ലാമിക സമൂഹത്തിൽപ്പെട്ടവർ കേൾക്കുന്ന വാർത്തകൾ അതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയയിലോ സമൂഹത്തിലോ വിളിച്ചു പറയാൻ പാടില്ലെന്ന വലിയൊരു സാമൂഹിക പാഠം ഈ ആയത്ത് നൽകുന്നുണ്ട് നമുക്ക്. രാജ്യസുരക്ഷയെയും സമൂഹത്തെയും ബാധിക്കുന്ന സുപ്രധാന വിവരങ്ങൾ ജനങ്ങൾക്കിടയിൽ ചർച്ചയാക്കാതെ പ്രവാചകനെയോ കാര്യവിവരമുള്ള ഉത്തരവാദപ്പെട്ട അധികാരികളെയോ, അതായത് ഊലുൽ അംർ, അറിയിക്കുകയാണ് വേണ്ടത്. കാര്യങ്ങൾ വിശകലനം ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കാൻ അവർക്കാണ് സാധിക്കുക. അതുപോലെ പിശാചിന്റെയും മുനാഫികളുടെയും ഇത്തരം കുതന്ത്രങ്ങളിൽ വീണുപോകാതെ സത്യവിശ്വാസികളെ കാത്തുരക്ഷിക്കുന്നത് അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹമാണ് എന്ന് അള്ളാഹു തആല ഈ ആയത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അടുത്തതായി സുഹൃത്തുക്കളെ, 84-ാമത്തെ ആയത്ത് കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് 84-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. فقاتل في سبيل الله لا تكلف إلا نفسك وحرض المؤمنين عسى الله أن يكف بأس الذين كفروا والله أشد بأسا وأشد تنكيلا. എന്താണ് 84-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്? അതിനാൽ നീ ദൈവമാർഗത്തിൽ യുദ്ധം ചെയ്യുക. നിന്റെ സ്വന്തം കാര്യത്തിലല്ലാതെ ആരുടെയും മേലും നിനക്കെൻ്റെ അധികാരമില്ല, ബാധ്യതയുമില്ല. സത്യവിശ്വാസികളെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുക. സത്യനിഷേധികളുടെ കടന്നാക്രമണ കഴിവിനെ അള്ളാഹു തടഞ്ഞു നിർത്തിയേക്കാം. അള്ളാഹു ഏറെ ആക്രമണശേഷിയുള്ളവനാണ്, കൊടിയ ശിക്ഷ കൊടുക്കുന്നവനും എന്നാണ് ഈ ആയത്തിലൂടെ മനസ്സിലാക്കുന്നത്. നമുക്ക് അവസാനിപ്പിക്കാം. നാളെ അള്ളാഹു തആല ഏവരെയും ഇതനുസരിച്ച് ജീവിതത്തിൽ പ്രവർത്തിക്കുമാക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.